കൂട്ടുകാരേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മാലയോഗം എന്ന കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാണ്? അത് കേൾക്കാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും മാലയോഗത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പുതിയത് പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷൻ നൽകാനുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണേ. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെന്താണെന്നുള്ള കാര്യങ്ങൾ അറിയാൻ ഒത്തിരി താല്പര്യമുണ്ട്. പിന്നെ ഇഷ്ടക്കേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തുറന്ന് പറയാവുന്നതാണ്. പിന്നെ ഞാനിങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പം എൻ്റെ സൗണ്ട് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ ഉച്ചത്തിൽ പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്നെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. മാലയോഗം ഭാഗം 19. വലിയ ഖോറികളും സ്വർണ്ണക്കടകളും നിറയെ നിലവും ഒക്കെ സ്വന്തമായുള്ള ഒരു പണക്കാരനാണ് ശിവശങ്കരൻ. ഉണ്ണിത്താൻ മരിച്ചുവെന്നറിഞ്ഞിട്ടും ഈ വീട്ടിൽ കയറാത്ത അയാൾ എന്തിന് ഇപ്പോൾ ഇവിടേക്ക് വരുന്നെന്നോർത്ത് ഭാമിനി ശങ്കിച്ചു നിന്നു. അനുവാദം ചോദിക്കാതെ തന്നെ മുഖത്ത് ഉദിച്ചുയർന്ന ചിരി മായാതെ ശിവശങ്കരൻ പടി കയറി ഉമ്മറത്തു വന്നു തിണ്ണയിലിരുന്നു. കൂടെ വന്ന ഡ്രൈവർ സോമൻ അയാൾക്കരികിൽ നിന്നു. ചേച്ചിക്ക് ആളെ പിടികിട്ടിയില്ലേ? ശിവശങ്കരൻ മുതലാളി ഭാമിനിയോട് തിരക്കിയതിനു ശേഷം സോമൻ അയാളെ നോക്കി മയത്തിലൊന്ന് ചിരിച്ചു. അതെന്ത് ചോദ്യമാടാ? ശിവശങ്കരൻ മുതലാളിയെ ഇവർക്ക് മറക്കാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും കുറേ കാലം ഇവരുടെ അടുപ്പ് പുകഞ്ഞത് ഈ ശിവശങ്കരൻ്റെ പണം കൊണ്ടല്ലായിരുന്നോ? നല്ലൊരു അഹംഭാവത്തോടെ പറഞ്ഞു ശിവശങ്കരൻ സ്വയം ഒന്ന് ഞെളിഞ്ഞിരുന്നു. വെറുതെയൊന്നുമല്ലല്ലോ. അത് ഞാൻ കഷ്ടപ്പെട്ട് വെള്ളത്തിൽ കിടന്ന് മണൽ വാരിക്കൊണ്ട് തന്നിട്ടല്ലേ. അതിന് വിലയായി കൊടുക്കേണ്ടി വന്നത് അതിയാൻ്റെ ജീവൻ തന്നെയായിരുന്നു. ശ്വാസമൊന്ന് വലിച്ചെടുത്ത് ഭാമിനി പറയുമ്പോൾ ശിവശങ്കരൻ്റെ മുഖം ചൂളിപ്പോയിരുന്നു. ഭൂതകാലത്തെ ആ ദുരന്ത ദിനങ്ങൾ ഓർക്കെ ഭാമിനിയുടെ ഹൃദയം കഠിനവ്യതയാൽ നേറി. പഴയതോരോന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി മനസ്സ് വിഷമിപ്പിക്കണ്ട. ഇനിയുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ശിവശങ്കര മുതലാളി വന്നിട്ടുള്ളത്. സോമൻ്റെ തഞ്ചത്തിലുള്ള പറച്ചിൽ കേട്ട് ശിവശങ്കരൻ്റെ മിഴികൾ തിളങ്ങി. അയാൾ മുഖത്ത് വന്ന നാണം മറച്ച് ഒന്നുകൂടെ തിണ്ണയിലേക്ക് വലിഞ്ഞു കയറിയിരുന്നു. ആഗതരുടെ മനസ്സിലെ ഉദ്ദേശം തിരിച്ചറിയാൻ കഴിയാതെ അവർ ഇരുവരെയും വീക്ഷിച്ചു. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എന്ത് ചെയ്യാനാ? ഓരോ വിധികളെ. ആരെങ്കിലും ഒന്ന് ചിരിച്ചു കാണിച്ചാൽ പെൺപിള്ളേർ അതിലങ്ങ് മയങ്ങി വീണു. പിന്നെ വരുന്നത് വയറും വീർപ്പിച്ചു കൊണ്ടായിരിക്കും. ശിവശങ്കരൻ്റെ നാടകീയ പ്രകടനങ്ങൾ കാണവേ ഭാമിനിക്ക് അരിശം തോന്നി. പഴയ ഓർമ്മയിൽ എൻ്റെ മകൾ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് പറയാൻ ഒരു നിമിഷം ഭാമിനി നിന്നു. പക്ഷേ മൗനമായി നിൽക്കേണ്ടി വന്നു. 2 വർഷം മുമ്പാണ് മുതലാളിയുടെ ഭാര്യ മരിച്ചത്. മൂത്ത മകനും കുടുംബവും അങ്ങ് അമേരിക്കയിലാണ്. ഇളയവനാണെങ്കിൽ ചൈനയിലും. സത്യം പറഞ്ഞാൽ ആ വലിയ വീട്ടിൽ മുതലാളിയും ജോലിക്കാരും മാത്രം. ഭാമിനി അപ്പോഴും അവർ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നീ നിർത്ത്, ഞാൻ പറയാം. അയാൾ സോമനെ തുടരാൻ അനുവദിച്ചില്ല. ഇവിടുത്തെ ഉണ്ണിമായയെ ഞാൻ കെട്ടിക്കോളാം. ഒന്ന് വയറ്റിലുണ്ടായെന്ന് കരുതി ശിവശങ്കരൻ അതിൽ കുറച്ചിലൊന്നുമില്ല. അത് അലസിപ്പോയില്ലേ പിന്നെന്ത്? ഒരു ഉറക്കച്ചിരിയോടെ ശിവശങ്കരൻ പറഞ്ഞു നിർത്തിയപ്പോൾ സോമനും കൂടെ കൂടി. ഭാമിനിയുടെ സിരകളിൽ കോപത്തിൻ്റെ അഗ്നി നാളങ്ങൾ ആളിക്കത്തി. ഇറങ്ങിപ്പോടോ, ഇറങ്ങിപ്പോടോ. ഭാമിനി ആദ്യം പറഞ്ഞത് വെളിയിൽ ആരെങ്കിലും കേൾക്കുമോ എന്ന ഭീതിയിൽ. പതിയെയാണെങ്കിൽ അത് കേട്ടിട്ടും ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അവിടെ തുടരാൻ
തുനിയുന്നവർക്ക് നേരെ ക്ഷമ കെട്ട് രണ്ടാമതവർ ഉറക്കെ ചീറി. സ്വന്തം മകളുടെ പ്രായമുള്ള പെണ്ണിനെ കെട്ടാൻ വന്നിരിക്കുന്നു. അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങളിത് ഈ വീട്ടിൽ കയറി പറയില്ലായിരുന്നു. അവർ ഉറക്കെ നിലവിളിച്ചു. പിന്നെ ആ പേച്ചവളെ ഏത് തമ്പുരാൻ കെട്ടുമെന്ന് കരുതിയാ ഇവിടെ പുഴുത്തി വെക്കുന്നേ? ഒരുത്തനും തിരിഞ്ഞു നോക്കില്ല. ഇവിടെ കിടന്ന് ചീയത്തേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ മറ്റേ പണിക്ക് വിട്ട് ജീവിക്കാം. തൂ. മുറ്റത്തൊന്ന് കാർക്കിച്ചു തുപ്പി. തോളിലെ സിൽക്ക് ഓഫ് വൈറ്റ് മുണ്ട് ഒന്നെടുത്ത് കുതറി വീണ്ടും തോളിലിട്ട് കൈ ചൂണ്ടി പറഞ്ഞു ശിവശങ്കരൻ കാറിൽ കയറിപ്പോയി. അപ്പോഴേക്കും ഓടിക്കൂടിയവർ വേലിക്കരികിൽ തടിച്ചുകൂടിയിരുന്നു. ചിലരൊക്കെ താടേക്കും കൈവച്ച് രഹസ്യം പറയുന്നുണ്ട്. കാരണം പലർക്കും ശിവശങ്കരനെ കുറിച്ചറിയാം. ആർക്കും അയാളെക്കുറിച്ച് നല്ല അഭിപ്രായവും ഇല്ല. സകല തോന്നിവാസങ്ങളും കൊണ്ട് നടക്കുന്ന ഒരു ധനികൻ. തന്നെ ചൂഴ്ന്നു നോക്കുന്ന കണ്ണുകളെ പ്രതിരോധിക്കാൻ കഴിയാതെ ഭാമിനി നീറുന്ന നെഞ്ചോടെ മുഖം കുനിച്ചു അകത്തേക്ക് നടന്നുപോയി. പോകുന്നതിനിടയിൽ ഒന്ന് വേച്ചു പോയെങ്കിലും അവർ ഭിത്തിയിൽ പിടിച്ച് മുറിയിലേക്ക് പ്രവേശിച്ചു. കതകടച്ചു പൂട്ടി. എൽദോസിൻ്റെ അംബാസഡർ കാർ മുംബൈ നഗരത്തിലൂടെ ഓടി. മുംബൈ നഗരത്തിൻ്റെ ആകർഷണങ്ങളിൽ ഒന്നായ കൂറ്റൻ കെട്ടിടങ്ങൾ കഴിഞ്ഞു. പിന്നീട് അവർ വാഹനം ചെന്ന് നിർത്തിയത് സൂചി കുത്താനിടമില്ലാത്ത ആളുകൾ കുമിഞ്ഞുകൂടി നിൽക്കുന്ന ഇടത്തേക്കായിരുന്നു. ചക്രവണ്ടികളിൽ കച്ചവടം നടത്തുന്നവരുടെ മറുഭാഗത്തായി എൽദോസ് കാറ് നിർത്തി. പിന്നീട് നടത്തമായി. അവിടെയുള്ള കാഴ്ചകളിലേക്ക് മിഴിച്ചു നോക്കി ഇരുവരും എൽദോസിനെ പിന്തുടർന്നു. തിങ്ങി തിങ്ങി നിൽക്കുന്ന ചെറിയ കെട്ടിടങ്ങളിലൂടെ ഇടുങ്ങിയ വഴിയിലൂടെ എൽദോസ് നടന്നു. വാലുപോലെ ഭരതനും ജോസൂട്ടിയും. മുന്നോട്ട് നടക്കുന്തോറും ഭരതൻ്റെ മനസ്സ് വിങ്ങിക്കൊണ്ടിരുന്നു. മനസ്സിൽ ഇത്രയും കാലം സ്നേഹിച്ചു താലോലിച്ചു കൊണ്ടു നടന്നവളുടെ ഹൃദയത്തിൽ തനിക്കൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്കും കൂടപ്പിറപ്പുകളുടെയും മുമ്പിൽ താനൊരു പമ്പര വിഡ്ഢിയായി. ഒരാൾക്കു മാത്രം നടന്നു നീങ്ങാൻ ഇടമുള്ള ഒരു വഴിയിലെത്തിയതും എൽദോസ് കുത്തനെ വെച്ച ഗോവണിയുടെ പടികൾ കയറാൻ തുടങ്ങി. ചെറിയ ഗോവണിയാണ്. പിടിക്കാൻ ചൂടിക്കയറും മുകളിൽ നിന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. നിങ്ങളിവിടെ നിന്നാൽ മതി, ഞാനേ അവനെ വിളിച്ചിട്ട് വരാം. പിറകിലായി കയറാൻ തുടങ്ങിയ ഭരതനെ തടഞ്ഞുകൊണ്ട് എൽദോസ് കയറിപ്പോയി. വിഷ്ണു കഹാ കമരേ മേ ഹേ ബുലായേ. എൽദോസിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദവും കൂടെ വേറൊരു പയ്യൻ്റെ പതിഞ്ഞ സ്വരത്തിലുള്ള മറുപടിയും താഴെ നിൽക്കുന്നവർക്ക് നല്ല രീതിയിലും കേൾക്കാമായിരുന്നു. എൽദോസ് വിഷ്ണുവിനെയും കാത്ത് ഗോവണി ഇറങ്ങി അവർക്കരികിലേക്ക് വന്നു. ടീഷർട്ട് തലവഴി ഇട്ടുകൊണ്ട് ഗോവണിയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയ വിഷ്ണു ഒന്ന് ഞെട്ടി. നിമിഷ നേരം കൊണ്ട് അവൻ്റെ കണ്ണുകളിൽ എല്ലാവരുടെയും മുഖത്തൂടൊന്ന് സഞ്ചരിച്ചു. അതിലധികം നേരം തങ്ങി നിന്നത് ജോസൂട്ടിയുടെ മുഖത്തേക്കായിരുന്നു. ജോസൂട്ടി കുറ്റബോധത്തോടെ തല താഴ്ത്തി നിൽക്കുകയും ചെയ്തു. വിഷ്ണു ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ, സൗമ്യതയോടെ എൽദോസ് വിളിച്ചു. ഭരതൻ രോഷം കൊണ്ട് മുഷ്ടികൾ ചുരുട്ടി പല്ലിറുമ്പി നിന്ന്. എൽദോസ് വിളിക്കുമ്പോൾ താഴോട്ടിറങ്ങാൻ തോന്നുന്നുണ്ടെങ്കിലും ഭരതൻ്റെ മുഖം കാണെ വിഷ്ണുവിന് ഭയമായി. അവൻ പതിയെ ഗോവണിപ്പടികൾ ഇറങ്ങാൻ തുടങ്ങിയതും മുന്നോട്ട് വന്ന ഭരതൻ്റെ അരക്കെട്ടിൽ എൽദോസ് പിടിച്ചു. അതോടെ അവൻ അവിടെ നിന്നു. എൽദോസ് തൻ്റെ അരികിലേക്ക് വന്നവനെ ചുമലിൽ പിടിച്ചു മുമ്പേ നടന്നു. നീ ഇവരുടെ കൂടെ നാട്ടിലേക്ക് പോയിക്കോ, ഞാനെങ്ങോട്ടും പോകില്ല. ഞൊടിയിൽ ശൗര്യത്തോടെ പറയുന്ന വിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ട് എൽദോസിന് കലി കയറി. എട പോലെ മോനെ,
ഒരു പാവം പെണ്ണിനെ പിഴപ്പിച്ച് കൊല്ലാൻ നോക്കിയിട്ട് മുങ്ങിയാൽ ആരും അറിയില്ല എന്ന് കരുതിയ നീ? മര്യാദയ്ക്ക് ഇവർക്കൊപ്പം പൊയ്ക്കോ. ഇനി നിനക്കിവിടെ ഒരു ജോലിയില്ല, ഒരു കോപ്പുമില്ല. പഴയ എൽദോസ് ആയിരുന്നെങ്കിലേ നിന്റെ കൈയും കാലും തല്ലിയൊടിച്ച് ഇവരുടെ കയ്യിൽ പാക്ക് ചെയ്ത് വിട്ടേനെ. അത്രയും കഠിനമായി അവന് നേരെ വിരൽ ചൂണ്ടി എൽദോസ് പറഞ്ഞപ്പോൾ വിഷ്ണു അയാളുടെ കൈക്കുള്ളിൽ കിടന്ന് വിറച്ചു. എന്നാലും അയാൾ വല്ലാത്തൊരു മനുഷ്യനടി. നിമിഷ കയ്യിലിരിക്കുന്ന എൻവലപ്പിലേക്ക് നോക്കിക്കൊണ്ട് വ്യസനത്തോടെ പറഞ്ഞു. വിഘ്നേഷ് സാറിൻ്റെ ഭാഗത്തു നിന്ന് നീ ചിന്തിക്കാത്തതെന്താ? 1 2 ദിവസമല്ലല്ലോ, മാസം 1 ഉണ്ണിമായ തിരിച്ചും എത്തുമെന്നും പറഞ്ഞിട്ട് കരുതി കാത്തി നിൽക്കുന്നത്. ടൈപ്പിംഗ് വർക്ക്സൊക്കെ പെൻഡിങ് ആയി കിടക്കുന്നത് നീ കണ്ടതല്ലേ? രാധിക വിഘ്നേഷിൻ്റെ പക്ഷം ചേർന്നു. എന്നാലും നിമിഷ ചിന്തയോടെ ചെയറിലേക്ക് ചാരി. നീ അന്ന് ഉണ്ണിമായുടെ ബയോഡാറ്റയിൽ കണ്ട നമ്പറിലേക്ക് വിളിച്ചു നോക്കിയോ? റിങ് ഉണ്ടായിരുന്നു, ബട്ട് ആരും കോൾ അറ്റൻഡ് ചെയ്തില്ല. രാധികയുടെ ചോദ്യത്തിന് മറുപടിയായി നിമിഷ പറഞ്ഞു. ഒന്നുകൂടെ നോക്ക്. രാധിക നിമിഷയുടെ സെൽഫോൺ കണ്ണുകൊണ്ട് കാണിച്ചു കൊണ്ട് പറഞ്ഞു. റിങ് ഉണ്ടെന്ന് കേട്ടതും സംസാരിക്കാൻ റെഡിയായി നിമിഷ ഇരുന്നു. ഹലോ, പരുക്കമായൊരു സ്ത്രീ ശബ്ദം നിമിഷയുടെ കാതിൽ കേട്ടു. ഉണ്ണിമായ്ക്കൊന്ന് ഫോണ് കൊടുക്കുവോ? നിമിഷ സൗമ്യമായി അപേക്ഷിച്ചു. കണ്ട വേശികളൊക്കെ വിളിച്ച് അന്വേഷിക്കേണ്ട സ്ഥലമല്ലേ ഇത്. ഇനി മേലിൽ ആ നശിച്ചവളെ ചോദിച്ച് ആരും ഇങ്ങോട്ട് വിളിച്ചേക്കരുത്. സൗപർണിക ജ്വലിക്കുന്ന മുഖഭാവത്തോടെ ആജ്ഞാപിച്ചു. റിസീവർ ശക്തിയായി വെച്ചതും നിമിഷക്ക് കർണനാളം പൊട്ടിപ്പോയതുപോലെ തോന്നി. എന്ത് സാധനടി അത്? സൗപർണികയുടെ ശൗര്യമേറിയ വാക്കുകൾ അരികിലിരുന്ന് രാധികയും കേട്ടിരുന്നു. എടി, എനിക്കെന്തോ വല്ലാത്ത ഭീതി തോന്നുന്നു. പ്രത്യേകിച്ച് ആ സ്ത്രീയുടെ സംസാരം കൂടി കേട്ടപ്പോൾ. അരുതാത്തതെന്തോ ഉണ്ണിമായ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നു. നമുക്ക് അവളുടെ വീട് വരെ പോകാം. നിമിഷ രാധികയുടെ ഇരുകരങ്ങൾ കവർന്നു. ഒന്ന് പോടി പെണ്ണേ. ദൂരെങ്ങാണ്ടോ കിടക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി നീ ആ ലെറ്റർ ഇങ്ങ് തന്നേ. അത് നിന്റെ കയ്യിലിരുന്നിട്ടാ ഇങ്ങനെ ഓരോ ചിന്തകൾ. അഡ്രസ്സ് എഴുതി പോസ്റ്റ് ചെയ്തേക്കാം. നിമിഷയുടെ മിഴി നിറയുന്നതൊന്നും നോക്കാതെ രാധിക ആ ലെറ്റർ അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി. വിഘ്നേഷിൻ്റെ ക്യാബിൻ തള്ളി തുറന്ന് സമുദ്ര കയറി വന്നതും അനുവാദം ചോദിക്കാതെ കയറി വരുന്നതാരെന്ന മട്ടിൽ വിഘ്നേഷ് തല ഉയർത്തി നോക്കി. സമുദ്ര അവൻ്റെ മുഖത്ത് കരിയോടെ നോക്കി ചെറു ഹാൻഡ് ബാഗിൻ്റെ ചെയിൽ വലിച്ചു പിടിച്ചു അവൻ്റെ മേശക്കരികിലേക്ക് വന്നു. അവൾ നടക്കുന്നതിനനുസരിച്ച് ഹീൽ ചെരുപ്പിൻ്റെ കാലടികൾ കുതിരയുടെ കുളമ്പടി ശബ്ദം പോലെ കേൾക്കാമായിരുന്നു. കയ്യിലെ പേന മേശയ്ക്ക് മുകളിൽ വെച്ച് വിഘ്നേഷ് അവളെ സംശയദൃഷ്ടിയോടെ അടിമുടിയൊന്ന് നോക്കി. ബ്ലാക്ക് കോട്ടൺ ടീഷർട്ടും പാൻറ്റുമാണ് അവളുടെ വസ്ത്രം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ശിവ, ഓഫീസ് ടൈം അവസാനിക്കാതെ ഇങ്ങോട്ട് വരരുതെന്ന്? വിഘ്നേഷ് താക്കീതോടെ പറയുമ്പോൾ അവൾ മുഖം ഒന്ന് വീർപ്പിച്ചു മുമ്പിലുള്ള കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. വിക്കിയുടെ ഓഫീസ് ടൈം അവസാനിക്കാറുണ്ടോ? ഇനി അഥവാ അവസാനിച്ചാലും അടുത്ത ബ്രാഞ്ചിലേക്ക് ഓട്ടമല്ലേ. പിന്നെ ജോലി എടുക്കണ്ടേ? നിന്റെ പിറകെ വാലും ചുരുട്ടി നടക്കണോ? വിഘ്നേഷ് പാതി തമാശ രൂപേണ പറഞ്ഞു. ജോലി മാത്രം ശ്രദ്ധിച്ച് ഇരുന്നോ. ഞാൻ അടുത്ത മാസം ന്യൂയോർക്കിൽ പോകുകയാണ്. അവിടെ ഒരു ഇൻ്റർനാഷണൽ കമ്പനി നടത്തുന്ന ബ്യൂട്ടി കോമ്പറ്റീഷനിലേക്ക് എനിക്കും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അവൾ ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ് മേരി ജാൻ. സമുദ്രയുടെ വാക്കുകൾ കേട്ടതും അവൻ റിവോൾവിംഗ് ചെയറിൽ ഇരുന്ന പാടെ അവളുടെ അടുത്തേക്ക് നീങ്ങിയെത്തി. പോയ പിന്നെ തിരികെ വരാൻ മാസങ്ങളെടുക്കും. അത്രയും നാളും വിക്കിക്ക് എൻ്റെ ശല്യം ഉണ്ടാകില്ലെന്ന് സമാധാനിക്കാം.
അവളെ തന്നെ ഉറ്റുനോക്കുന്നവൻ്റെ മുഖം പിടിച്ചു തള്ളി. വിഘ്നേഷ് അവളുടെ കൈവെള്ളയിൽ തലോടാൻ അവൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ചെങ്കിലും അവൾ ആ കൈ പിൻവലിച്ച് നെഞ്ചിനോട് ചേർത്ത് ഒതുക്കി വെച്ചു. ശരി, ഞാൻ തോറ്റു. എൻ്റെ പ്രീതമ്മ പറ, എന്താ പ്ലാൻ? അവൻ അവളുടെ മുഖത്തേക്ക് നെറ്റി ചുളിച്ചു മിഴികൾ വിടർത്തി തിരക്കി. നിമിഷയും രാധികയും വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്ക് നടക്കുന്നതിനിടയിൽ കണ്ടു വിഘ്നേഷിൻ്റെ കാറിൽ സമുദ്രയും അവനും ചീറിപ്പാഞ്ഞെങ്ങോട്ടോ പോകുന്നത്. ഓ, ആ ഉണ്ണിമായുടെ ജോലി കളഞ്ഞിട്ട് അവൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസും വെച്ചുള്ള പോക്ക്. കൂളിംഗ് ഗ്ലാസ് വെച്ച് ഡ്രൈവിംഗ് ചെയ്യുന്ന വിഘ്നേഷിനെ നോക്കി നിമിഷ പിറുപിറുത്തു. ഞാൻ നിന്നോട് പറഞ്ഞു നിമിഷ, അയാളുടെ ജോലിയാണ് ചെയ്തത്. അയാളുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും ഇതേ ചെയ്യൂ. എൻ്റെ വിഷമം അങ്ങോട്ട് പോകുന്നില്ലല്ലോ. നിമിഷ നെറ്റിയിലെയും കഴുത്തിലും തെളിഞ്ഞു വന്ന വിയർപ്പ് കണങ്ങൾ ഷോളിൻ്റെ തലപ്പിൽ തുടച്ചു. നിന്റെ വിഷമം മാറ്റാൻ നാളെ നമ്മൾ ഉണ്ണിമായുടെ കുന്നിമണി ഗ്രാമത്തിലേക്ക് പോകുമല്ലോ എന്ന് പറഞ്ഞ് രാധിക അവളുടെ തോളിൽ പതിയെ തട്ടി അവരുടെ നടത്തം തുടർന്നു. കവിതയുമായി അല്പം സംസാരിച്ചപ്പോൾ കിട്ടിയ ആശ്വാസത്തിൽ ഉണ്ണിമായ വീട്ടിലെത്തി. വീടെത്തിയപ്പോൾ വീണ്ടും പഴയ ഓർമ്മകളും അസ്വസ്ഥതകളും മനപ്രയാസവും പിറകെ വന്നു. ജീവിതത്തിൽ കടന്നുപോയ ഓരോ നിമിഷങ്ങളും അവൾക്ക് മുന്നിൽ നിഴലാടി. ചുറ്റും ഇരുട്ട് മൂടുന്ന പോലെ. അവൾ വീട്ടിലേക്ക് കയറി ജനൽ വഴി ദൂരെ കാണുന്ന പാടത്തേക്ക് നോക്കി. പ്രദോഷണത്തിന് ഇന്നും മൗനമാണ്. എന്തോ പറയാൻ വെമ്പി, പറയാൻ ആളില്ലാതെ, തലചായ്ക്കാൻ ഒരു തോളില്ലാതെ, പറയാൻ വന്നതത്രയും ഉള്ളിൽ വിതുമ്പി സൂര്യൻ യാത്രയാവുകയാണ്. അവൾ നേരെ അടുക്കളയിൽ പോയി കുടത്തിൽ നിന്നും വെള്ളം എടുത്തു കുടിച്ചു. തിരിച്ചു വരുമ്പോഴും ഭാമിനിയുടെ മുറി അടഞ്ഞു തന്നെ കിടക്കുന്നു. കൂട്ടുകാർക്കൊപ്പം ക്രിക്കറ്റ് കളി കഴിഞ്ഞു വന്ന അപ്പു തോർത്തും സോപ്പും എടുത്ത് കുളത്തിലേക്ക് പോകുന്നത് അവൾ കാണുന്നുണ്ട്. അവൾ ചെന്ന് കതകിൽ തട്ടിയപ്പോഴും അകത്തു നിന്നും പ്രതികരണമൊന്നുമില്ല. ഭാമിനി എവിടെയെങ്കിലും പോയി കാണുമെന്ന ശങ്കയിൽ ഉണ്ണിമായ അവളുടെ മുറിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പു കുളിച്ചു വന്നിട്ടും ഭാമിനിയെ കാണുന്നില്ലെന്നറിഞ്ഞ ആദിയിൽ ഉണ്ണിമായ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പു, അമ്മയെ കണ്ടോ? ഇല്ലേച്ചി. കയ്യിലുണ്ടായിരുന്ന ബക്കറ്റ് താഴേക്ക് വെക്കുന്നതിനിടെ അവൻ തലയാട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു. എൻ്റെ അമ്മയെ കണ്ടോ നിങ്ങൾ ആരേലും? കുളത്തിൽ നിന്നും കുളിച്ചും വെള്ളം എടുത്തും വരുന്നവരോട് ഉണ്ണിമായ തിരക്കിയെങ്കിലും അവർ ആരും ഉണ്ണിമായുടെ മുഖത്ത് പോലും നോക്കിയില്ല. ഒരു നികൃഷ്ട ജീവി അരികിൽ നിൽക്കുന്ന പോലെ അവരെല്ലാം മുഖം തിരിച്ചു നടന്നു. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ട് അന്താളിച്ചു നിന്നു. ഉണ്ണിമായുടെ മനസ്സിൻ്റെ വേദന കണ്ണീരായി ഒഴുകി. അവൾ മുഖം പൊത്തി കരഞ്ഞു ചെറുമൺ തിണ്ണയിൽ ഇരുന്നു. പെട്ടെന്നാണ് ഉമ്മുറമുറ്റത്ത് അയച്ചു വെച്ച ഭാമിനിയുടെ ചെരുപ്പുകൾ ഉണ്ണിമായയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടരും. ഭാമിനിക്ക് എന്താണ് സംഭവിച്ചത്? ഒന്നും സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാം. കാരണം ഉണ്ണിമായക്ക് ഭാമിനിയും അപ്പുവും മാത്രമേ ഉള്ളൂ. എത്രയൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയാലും നമ്മളുടെ സ്വന്തം എന്നുള്ള ആളുകൾ അത് എന്നും സ്വന്തം തന്നെയാണല്ലോ. ആ വേദന നമ്മൾ വേഗം മറക്കും. എന്തൊക്കെ പറഞ്ഞാലും അവർ നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഭാമിനിക്കൊന്നും സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം ഉണ്ണിമായുടെ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറി ആ ജീവിതം പുതിയ ട്രാക്കിലേക്ക് തന്നെ വരട്ടെ എന്നും പ്രാർത്ഥിക്കാം. അടുത്ത ഭാഗത്തിനായി നിങ്ങൾ കാത്തിരിക്കുമല്ലോ. കമൻസൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു. ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. എന്തു പറ്റി? നിങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അത് വായിക്കാൻ വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരും കഥയുടെ അഭിപ്രായങ്ങൾ പറയട്ടെ. ഞാൻ കാത്തിരിക്കാം. അപ്പോൾ ഇന്ന് പോകുന്നു, നാളെ വരാം. ടാറ്റാ.